CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേച്ചേരിയിൽ ലോറിയും മിനി പിക്കപ്പും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ആനക്കല്ല് സ്വദേശി തെക്കോട്ട് നിതിനാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 7:30 ചൂണ്ടൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തായാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ പിക്കപ്പിലും ലോറിയിലുമുണ്ടായിരുന്ന 7 പേർക്ക് പരിക്കേറ്റു. അദാനി കമ്പനിയുടെ പാചകവാതക പൈപ്പിലെ ചോർച്ചയെ തുടർന്ന് കുളിമുറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ വീട്ടമ്മയ്ക്ക് പൊള്ളലേറ്റു. കുന്നംകുളം കുറുക്കൻപാറ ഗ്രീൻ പാർക്കിന് സമീപം ചോഴിയാട്ടിൽ ലീലയ്ക്കാണ് പരിക്കേറ്റത്. വീട്ടിൽ പൈപ്പ് വഴിയുള്ള പാചകവാതക കണക്ഷനിൽ ചോർച്ചയുണ്ടായിരുന്നു. കുളിമുറിയിലെ ഹീറ്റർ ഓഫായപ്പോഴുണ്ടായ സ്പാർക്കാണ് പൊട്ടിത്തെറിക്ക് കാരണമായതെന്ന് സംശയിക്കുന്നു. ചൂണ്ടലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം. 25ഓളം പേർക്ക് പരിക്ക്. ചൂണ്ടൽ വെട്ടുകാട് റോഡിൽ ആശാരിപ്പടിയിൽ വെച്ചാണ് വെള്ളിയാഴ്ച രാവിലെ 9 അപകടമുണ്ടായത്. എളവള്ളി പഞ്ചായത്തിൽ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 54 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച 5 റോഡുകൾ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ബ്രഹ്മകുളത്ത് നടന്ന ചടങ്ങിൽ പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം ആഘോഷിച്ചു. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ബാലവേല വിരുദ്ധ ദിനം ആചരിച്ചു. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുന്ന എരുമപ്പെട്ടി മുട്ടിക്കൽ കൊണ്ടന്നൂർ വെള്ളക്കുന്നുന്നതിയിൽ ചീരാത്ത് അജീഷിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാർ ചേർന്ന് സഹായ സമിതി രൂപീകരിച്ചു. ആവേശം വാനോളമുയർന്ന ഉദ്ഘാടന ചടങ്ങുകൾക്കും നാടകീയ നിമിഷങ്ങൾക്കുമൊടുവിൽ 23ാം ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മെക്സിക്കോ സിറ്റിക്ക് നടുവിലെ ചരിത്രപ്രസിദ്ധമായ അസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ നടന്ന വർണ്ണാഭമായ ഉദ്ഘാടന ചടങ്ങ് സ്റ്റേഡിയത്തെ ത്രസിപ്പിച്ചു. വിവാദങ്ങൾക്ക് വിട നൽകി ഗുരുവായൂർ നഗരസഭാ ടൗൺഹാളിൽ ലോകകപ്പ് ഫുട്ബോൾ പ്രദർശനം ആരംഭിച്ചു. പ്രദർശനത്തിന് അനുമതി നൽകിയ നഗരസഭാ കൗൺസിലിന്റെ തീരുമാനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ റദ്ദാക്കിയത് വലിയ വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായിരുന്നു. കായിക പ്രേമികൾക്ക് ഒത്തുകൂടി ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ തത്സമയം ആസ്വദിക്കുന്നതിനായി ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ബിഗ് സ്ക്രീൻ പ്രദർശനമൊരുക്കി. ഏനാമാവ് റോഡിൽ പീപ്പിൾസ് ഫാബ്രിക്സിന് മുൻവശത്തുള്ള അൽഹദീർ കെട്ടിടത്തിലാണ് വലിയ സ്ക്രീൻ സ്ഥാപിച്ചിട്ടുള്ളത്. തൊഴിയൂർ CMUP സ്കൂളിൽ സ്കൂൾ തല ക്ലബ്ബുകളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് KS ദിവ്യ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റലിന്റെയും ജീവൻ ഹെൽത്ത് കെയറിന്റെയും സംയുക്ത സംരംഭമായ 1.5 AI ടെസ്ല MRI സ്കാൻ യൂണിറ്റിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച ആരോഗ്യമന്ത്രി K മുരളീധരൻ നിർവഹിക്കുമെന്ന് ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അംഗൻവാടി കുരുന്നുകൾക്കായി ടെലിവിഷൻ നൽകി കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രി. നഗരസഭയിലെ 22ാം വാർഡിലുള്ള തെക്കേ അങ്ങാടി 85ാം നമ്പർ ആശീർവാദ് അംഗനവാടിയിലേക്കാണ് മലങ്കര ആശുപത്രിയുടെ നേതൃത്വത്തിൽ TV നൽകിയത്. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.